ഈ പറ്റിക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ഏജൻസി ആണെങ്കിൽ നമ്മളെന്തായാലും ഒരു പറ്റിച്ചിരിക്കും. അതിനിപ്പോൾ ലൈസൻസ് ഉണ്ട്, എഗ്രിമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. നമ്മളിപ്പോൾ കുറേ വാർത്തകൾ ന്യൂസിലൂടെ ആയാലും അല്ലാണ്ടൊക്കെ നമുക്ക് കേൾക്കണ്ടാവും, ഏജൻസിക്കാർ പൈസ മേടിച്ച് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഏജൻസി തിരഞ്ഞെടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിങ്ങനെ അബ്രോഡ് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ കുറേ ഏജൻസികൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഏജൻസി പോയി ഉണ്ടായ സംഭവം കേട്ടോ. അവർ ഈ വർക്കും ഇതും പറയണതിൽ മുന്നേ തന്നെ അവർ പറഞ്ഞത് നിങ്ങൾക്കൊരു എങ്ങനെ പോയാലും ഒരു 80,000 90 രൂപ വീട്ടിലേക്ക് അയക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വർക്ക് എന്താണ്, അവിടെ എന്ത് ചിലവുണ്ട്, പിന്നെ ഓവർ ടൈം അതൊന്നും പറഞ്ഞില്ല, പിന്നെ റൂമിൻ്റെ റെൻറ്റ് അതൊന്നും പറയാണ്ട് തന്നെ അവർ പറഞ്ഞത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 80 രൂപ വീട്ടിലേക്ക് അയക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊരു 25,000 മേടിക്കുന്ന ആളുടെ ഒരു 3 മാസം സാലറിയാണ് ഇവരിങ്ങനെ പറയണേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അടിപൊളി പരിപാടിയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവരെ ചിലവരൊക്കെ വർത്താനം കിട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവരവിടെ പോയി വർക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഏജൻസി ആട്ടേത് പോലെയാണ് ചിലവരൊക്കെ വർത്താനം കിട്ടുകഴിഞ്ഞാൽ. ഭയങ്കര സിമ്പിളായിട്ട് പറയണേ ഇവർ, അവിടുത്തെ വേറെ ചിലവ് റൂം അതൊന്നും പറയണില്ല. പിന്നെ ഇവർ പറയണ വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടുന്നത് ഷെങ്കൻ വിസയാണ്. അപ്പോൾ നിങ്ങൾക്ക് 28 കൺട്രി ട്രാവൽ ചെയ്യാം, പിന്നെ അവിടെ ജോലി ചെയ്യാമെന്നൊക്കെ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് വേറൊരു കൺട്രിയിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ജോലി അന്വേഷിക്കണം, പിന്നെ അവിടുത്തെ ഒരു കമ്പനി നമുക്ക് വർക്ക് പെർമിറ്റ് തരണം. ഇവർ പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പറയണേ. നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകണ മാതിരിയാണ് ഇവർ പറയണത് കേട്ട് കഴിഞ്ഞാൽ, ഷെങ്കൻ വിസയാണ് അവിടെ പോയി ജോലി ചെയ്യാമെന്നൊക്കെ. ഇന്നാളെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത ഏജൻറ്റ് പറഞ്ഞത് നിങ്ങളെ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോയിട്ട് ആ കൺട്രിയിൽ ചെല്ലുമ്പോൾ അവർ വേറൊരു ജോലിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിസിറ്റിംഗ് അടിച്ച് വന്നിട്ട് ഇവിടെ ജോലി അന്വേഷിച്ചാൽ പോരെ. അതൊക്കെ നടക്കണ കാര്യമൊന്നുമല്ല. ഇവരങ്ങനത്തെ കുറേ ഉടായിപ്പ് കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ, ബ്രോ നമുക്ക് എങ്ങനെ ഒരു ഏജൻസി, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസി തിരഞ്ഞെടുക്കാമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കുറേ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആട്ടത്. നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഉപകാരമുള്ളത്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നൊരു കാര്യമാട്ടാ ഈ അബ്രോഡ് പോയി പഠിക്കുക, അവിടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സെറ്റിലാവുക, അങ്ങനെയുള്ളൊരു ഇത് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഒന്നും കൂടി അത് ട്രെൻഡിങ് ആയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുറത്ത് പോയി പഠിക്കുക, അവിടുത്തെ കൾച്ചറൊക്കെ കാണാം, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ അവിടേക്ക് പോകാനുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഏജൻസിക്കാരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരിതാണ്. പക്ഷേ അതിൽ തന്നെ പറ്റിക്കണവരുണ്ട്, പറ്റിക്കപ്പെടാത്തവരുണ്ട്. നമുക്ക് ഓരോ ദിവസം ന്യൂസുകളിലായാലും സോഷ്യൽ മീഡിയയിലായാലും കാണാൻ പറ്റും, ഇങ്ങനെ ഏജൻസിക്കാർ പൈസ മേടിച്ചു പിന്നെ തിരിച്ചെന്നില്ല, അങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ. പിന്നെ അവിടെ പോയിട്ട് ജോലിയില്ല, പറഞ്ഞ സാലറി ഇല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഏജൻസി ചൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ഇങ്ങനെ കുറേ ഏജൻസിക്കാർ വിളിച്ച് അന്വേഷിക്കുക, അവരെ പോയി നേരിട്ട് കാണാം. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുള്ളത്. നമ്മളിങ്ങനെ ഒരു ഏജൻസി തന്നെ പോയി കാണാണ്ട് നമ്മൊരു 5-10 ഏജൻസി പോയി ഇങ്ങനെ കാണാം, അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഉള്ളൊരു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ അവരോട് ചോദിക്കുക, മുൻപ് പോയ ആരെങ്കിലും കോൺടാക്റ്റ് നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കുക. മിക്ക ഏജൻസിക്കാരും കൊടുക്കില്ല, എന്നാലും തരണവരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയണ 2-3 ഏജൻസി ഉണ്ട്, അവരൊക്കെ തരും. അവരുടെ സർവീസ് നന്നായതുകൊണ്ടാണ് അവർ കൊടുക്കണത്. പക്ഷേ എന്നാലും പറ്റിക്കാൻ തീരുമാനിച്ചവരെന്തായാലും പറ്റിക്കും നമ്മളെ. എന്നിട്ട് നമ്മൾ ആ മുൻപ് പോയ ആൾക്കാരൊന്ന് കോൺടാക്റ്റ് നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ഏജൻസി, പറഞ്ഞ പോലെയാണ് ജോലി, സാലറി കിട്ടണ്ടോ, പിന്നെ ഇവർ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യണ്ടോ, എല്ലാവരും കറക്റ്റായിട്ട് ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കൊടുക്കുന്നതിന് മുന്നേ ആ ഏജൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗവൺമെൻറ് അംഗീകൃതമുള്ളതാണെന്നൊക്കെ നോക്കുക. പിന്നെ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ അതിൻ്റെ റിവ്യൂ നോക്കുക, ആ ഒരു ഇതെടുത്തിട്ട്. എന്തായാലും നല്ല റിവ്യൂ ഉണ്ടാവുള്ളൂ, ഇവർ തന്നെ ഇടുന്നതായിരിക്കുള്ളൂ. ഇവർ തന്നെ പല മെയിൽ ഐ ഡിയിൽ നിന്ന് ഇടുന്ന റിവ്യൂ തന്നെ ആയിരിക്കുള്ളൂ അത്. പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരാളെ നെഗറ്റീവ് ഇട്ടെങ്കിൽ അയാളായിട്ട് കോൺടാക്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സാധനം ഗവൺമെൻറ് അംഗീകൃതമുള്ളതാണോ എന്ന് നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ലൈസൻസ് ഉണ്ടാവും, ഈ ഏജൻസി തുടങ്ങുന്നത് നമുക്കൊരു ലൈസൻസ് വേണം, MEA എന്ന് പറഞ്ഞ ലൈസൻസ്, മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞ ലൈസൻസ് വേണം. ആ ലൈസൻസ് ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഇത്ര ആൾക്കാരെ കയറ്റിവിടാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ ഗവൺമെൻറ്റിൽ നിന്ന്. അതിന് നമ്മൾ ഇത്രയ്ക്കും ബോണ്ട് കെട്ടിവെച്ചാലാണ് ആ ലൈസൻസ് കിട്ടുള്ളൂ. ആ ബോണ്ട് കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നാണ് നഷ്ടപരിഹാരം തരാം. ഏകദേശം ഒരു 50-30 ലക്ഷം കെട്ടിവെക്കണം എന്ന് എനിക്ക് തോന്നണേ.
മിക്ക ഏജൻസിക്കാരും അതെടുക്കാറില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും പറ്റിക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയവനാണെങ്കിൽ എന്തായാലും പറ്റിച്ചിരിക്കും. പിന്നെ ഈ ഏജൻസി ആ ബോണ്ട് കെട്ടി വെച്ചിട്ട് എങ്ങാനും അവർ പറ്റിക്കപ്പെട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഗവൺമെൻറ് നമുക്ക് ആ ബോണ്ടിൽ നിന്നാണ് നമുക്ക് നഷ്ടപരിഹാരം തരാം. അതാണ് ആ മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞ ലൈസൻസ്. ഈ ലൈസൻസ് ഉള്ളവരും പറ്റിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവരൊരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റിക്കണ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 വേക്കൻസി ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നു പറഞ്ഞാൽ അവർക്ക് വരും. എന്നിട്ട് അവർ 20 ആളുടെ നിന്ന് പൈസ മേടിക്കും. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 30,000 ഒരു അഡ്വാൻസ് മേടിക്കും. അവർ പേപ്പർ വർക്ക് ചെയ്യണം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കും. അത് കഴിഞ്ഞ് 10 ആളെ കയറ്റി വിടും. എന്നിട്ട് പറയും നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഇതിൽ ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അതാണ് ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലൈസൻസ് ഉണ്ടായിട്ടും പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ കേസും കൂട്ടത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരും. ഈ റീഫണ്ട് കിട്ടാൻ വേണ്ടി കുറേ നാളിങ്ങനെ കേസ് ഇതായിട്ട് പിന്നാലെ നടക്കണം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഗുണ്ടായിസ് തന്നെ പറ്റുള്ളൂ. ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പൈസ മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവന്മാരൊന്നും പൈസ തരില്ല, ഇങ്ങനെ വലിപ്പിച്ചിട്ടുകൊണ്ടിരിക്കുക നമ്മളെ. അങ്ങനെയാണ് ഈ ഏജൻസിക്കാരെ മൊത്തം തട്ടിപ്പുകൾ ഇരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സാ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഏജൻസിനെങ്കിൽ അവരേലും കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആരെങ്കിലുമൊക്കെ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവരേലും കൊടുക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടി ഇത്തിരി വിശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് മുൻപ് പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്പർ മേടിച്ചിട്ട് അവരിൽ നിന്ന് റിവ്യൂ ഒക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കുക, ഇങ്ങനെ ഇവരെ പേരിൽ ഇങ്ങനെ കേസുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് പോയി ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ നമുക്കൊരു മൊത്തത്തിലൊരു 10 ഏജൻസിയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ കുറേ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും, ഏതിൽ കൊടുക്കുക, എങ്ങനെ ചെയ്യുക എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾ ഏജൻസി തിരഞ്ഞെടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇത്തിരി ടാസ്ക്. ഇപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയാട്ടാ അവൻ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന്. അപ്പോൾ നമ്മളവൻ പറ്റിക്കില്ല, നമുക്കൊരു വിശ്വാസം, പൈസ തിരിച്ചു തരുന്നുള്ളത് നമുക്കൊരു വിശ്വാസം. അതന്നെ എല്ലാവരും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. നമുക്കിപ്പോൾ എല്ലാവരും സ്വന്തക്കാരും ബന്ധുക്കാരും ഏജൻസി തുടങ്ങണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കാര്യങ്ങളൊക്കെ ചെയ്യണതും. അപ്പോൾ പെട്ടെന്ന് നേരിട്ട് ചെന്ന് കൊടുക്കാണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ കൊടുക്കുക. ഇപ്പോൾ സ്റ്റേഷനിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കേസൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ആഡ് കണ്ടു എന്ന് പറഞ്ഞാൽ കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഒക്കെ അറിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.